സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ പോലീസ് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുതൽ പദ്ധതി നടപ്പാക്കും. പോലീസ് സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് സിഐമാരെ മാറ്റുന്നതിൽ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 5-അംഗ സംഘം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് മാറ്റം വരുത്തുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളിലും സേനയിലും സമൂല മാറ്റം നടപ്പാക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തീരുമാനം. പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി സ്കൂൾ തുറക്കുന്ന ജൂൺ 1 മുതൽ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവർ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിൻ്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. സ്റ്റേഷൻ ചുമതലയിൽ നിന്നും CIമാരെ മാറ്റി SIമാർക്ക് നൽകിയ തീരുമാനം പരാജയമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിലും സൈബർ ക്രൈമിലും ശക്തമായ നടപടി സ്വീകരിക്കും. പോലീസ് സ്റ്റേഷനുകളെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളാക്കുമെന്നും പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിലെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയതായും മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. രാവിലെ നടന്ന യോഗത്തിൽ SP-മാർക്ക് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സർക്കാരിൻ്റെ പോലീസ് നയം മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.